ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊരു ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കറ്റാർ വാഴയാണ്, നമ്മളിവിടെ വീട്ടിലുള്ള തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, ഉപ്പൊന്നിട്ട് ഇടാത്ത കഞ്ഞിവെള്ളം വേണം കേട്ടോ. ആ കഞ്ഞിവെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. ഇത് അരച്ചെടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അത് അരച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പിന്നെ തലേന്ന് പോകാൻ ഭയങ്കര പണിയാണ്. നല്ല വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് കറ്റാർ വാഴ തലയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 10-20 മിനിറ്റ് ഞാൻ നിൽക്കാറുള്ളൂ. എന്നിട്ട് പിന്നെ കഴുകിക്കളയും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യൽ നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് അരി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് ചിക്കനും ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അമ്മ അരിയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ തീച്ചുകൂട്ടനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. തീച്ചുകൂട്ടനും അപ്പോൾ അതന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. അതിൽ അധികം എരിവൊന്നും ഇടാണ്ട് അരി മാത്രം വേവിച്ചത് മാറ്റി വെച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കുഴമ്പിട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. ഒക്കെ ഇതാ കൊടുത്തിട്ട് ആദ്യമായിട്ട് അവൾക്ക് അങ്ങനത്തെ ഫുഡ് കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. കുഴപ്പമില്ല, അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വെറൈറ്റി സാധനമുണ്ട്. പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടാ തീച്ചുകൂട്ട് ഉറങ്ങുക. അപ്പോൾ അവൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മുഖത്തൊരു ഫേസ് പാക്ക് ഇടാം. ശരിക്കും കുളിക്കുന്നതിൻ്റെ മുന്നേ അതൊക്കെ ചെയ്യേണ്ടത്, പക്ഷേ കുളി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നേരെ ഉണ്ടായത് തീച്ചുകൂട്ട് ഉറങ്ങിയപ്പോൾ. അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് വീട്ടിൽ ഉണ്ടായിരുന്നതാണ്, ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ രക്തലേപന ചൂർണ്ണം എന്ന് പറയും, രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കും. അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകിക്കളയട്ടെ. മുഖത്ത് ടാനൊക്കെ പോകാൻ നല്ലതാണ്. ഞാൻ കുറച്ചായി ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉണങ്ങേണ്ട ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഒരു പൈനാപ്പിളൊക്കെ എടുത്ത് മുറിച്ചിട്ട് എല്ലാവർക്കും കൊണ്ടുകൊടുത്തിട്ടോ. ഞാൻ അത് പിടിച്ചിട്ട് പോകുമ്പോൾ അമ്മ നോക്കുകയാണ്. ഞാൻ ഒന്നാമത് ഞാൻ മുഖത്ത് ഇട്ടിട്ടുള്ള കണ്ടിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇതേട്ട വരുന്നത്. ഇവളെന്ത് ഈ താലം പിടിച്ച് മുഖത്ത് ഓരോന്നും ഇട്ടിട്ട് വന്ന് വെച്ചിട്ടാണ് അമ്മ ചിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ വല്യമ്മേനെ വിളിച്ചു വന്നു. അപ്പോൾ അച്ഛനമ്മയെ കഴിക്കുന്നുണ്ട്. അപ്പോൾ വല്യമ്മ വന്നിട്ടുണ്ട്. പിന്നെ ഞാനും കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ഇന്ന് വർത്താനം പറഞ്ഞു. വല്യമ്മ കിടക്കായിരുന്നു കേട്ടോ. അച്ഛനമ്മയും ടി വിയാണ് ഇരുന്നത്. അവിടെ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് വല്യമ്മേനെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പോയിട്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടോ. തീച്ചുകൂട്ട എണീറ്റ് വന്നിട്ടുണ്ട്, കസാരയിലിരിക്കുകയാണ്. തീച്ചുകൂട്ട ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് പിന്നെ ഇത് വല്യച്ഛനും വിഷ്ണു വന്നിട്ടുണ്ട് വല്യമ്മയുടെ അടുത്തേക്ക്. വിഷ്ണു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ വല്യമ്മയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. വിഷ്ണു കണ്ടാൽ പറയും വീഡിയോ എടുക്കല്ലായിരുന്നു. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടതാണ്. നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലൊരു ഗ്ലാസ് ഷീറ്റ് വയ്ക്കുക, ഒരു 45 ഡിഗ്രി ആംഗിളിൽ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഫോണിൽ ഒരു മോണോഗ്രാം വീഡിയോ എടുത്തിട്ട് ഇത് ആ ഫോണിന് കറക്റ്റായിട്ട് വരുന്ന സെൻറ്റർ ഭാഗം വരുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു സാധനം കാണാം. ഇത് വെളിച്ചമുള്ളതുകൊണ്ടാട്ടാ, പകലായതുകൊണ്ടാണ് കാണാത്തത്. ഇരുട്ടത്ത് നോക്കിയാൽ കാണാം. എന്താ അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ചെയ്തൊക്കെ, വെറുതെ ഒരു രസമല്ലേ. ഈ പാത്രം കുറച്ച് പഴയതായതുകൊണ്ടാട്ടോ അതിങ്ങനെ ക്ലിയർ ഇല്ലാത്ത. പുതിയ പാത്രമാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു. നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.